ഭൂതലത്തിൽ നമ്മെ ക്ഷേമമോടെ കാത്ത നായികരു സ്തോത്രം പാതിരവൾ പാടൂ. ഭൂതലത്തിൽ നമ്മെ ക്ഷേമമോടെ കാത്ത നായികരു സ്തോത്രം പാതിരവൾ പാടൂ. ഹല്ലേലൂയ ഗീതം പാടുക, ഹല്ലേലൂയ മാറിപ്പോകുമേ. ഹല്ലേലൂയ ഗീതം പാടുക, ഹല്ലേലൂയ മാറിപ്പോകുമേ. എല്ലാമെന്നോർത്ത് നല്ലവനായുണ്ട്, എല്ലാ നാളെയും ചെയ്തരുളാമെന്നുണ്ട്. എല്ലാമെന്നോർത്ത് നല്ലവനായുണ്ട്, എല്ലാ നാളെയും ചെയ്തരുളാമെന്നുണ്ട്. വാദ്യഘോഷത്തോടെ വാനവർ സ്തുതിക്കും നാവിനെ. വാദ്യഘോഷത്തോടെ വാനവർ സ്തുതിക്കും നാവിനെ. അന്യതിരുപാദം എല്ലാവരും തേടി വന്നതയാകുന്നു, ഇന്നും ഇന്നും പാടുന്നു. അന്യതിരുപാദം എല്ലാവരും തേടി വന്നതയാകുന്നു, ഇന്നും ഇന്നും പാടുന്നു. ഹല്ലേലൂയ ഗീതം പാടുക, ഹല്ലേലൂയ മാറിപ്പോകുമേ. ഹല്ലേലൂയ ഗീതം പാടുക, ഹല്ലേലൂയ മാറിപ്പോകുമേ. എല്ലാമെന്നോർത്ത് നല്ലവനായുണ്ട്, എല്ലാ നാളെയും ചെയ്തരുളാമെന്നുണ്ട്. എല്ലാമെന്നോർത്ത് നല്ലവനായുണ്ട്, എല്ലാ നാളെയും ചെയ്തരുളാമെന്നുണ്ട്. എല്ലാവിധ ആവശ്യങ്ങളും നല്ലതോർപ്പ് ചെയ്തു തരുക. എല്ലാവിധ ആവശ്യങ്ങളും നല്ലതോർപ്പ് ചെയ്തു തരുക. എല്ലാവർക്കും തീർത്ത നല്ല കർത്താവിനും എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ പാടുന്നു. എല്ലാവർക്കും തീർത്ത നല്ല കർത്താവിനും എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ പാടുന്നു. ഹല്ലേലൂയ ഗീതം പാടുക, ഹല്ലേലൂയ മാറിപ്പോകുമേ. ഹല്ലേലൂയ ഗീതം പാടുക, ഹല്ലേലൂയ മാറിപ്പോകുമേ. എല്ലാമെന്നോർത്ത് നല്ലവനായുണ്ട്, എല്ലാ നാളെയും ചെയ്തരുളാമെന്നുണ്ട്. എല്ലാമെന്നോർത്ത് നല്ലവനായുണ്ട്, എല്ലാ നാളെയും ചെയ്തരുളാമെന്നുണ്ട്. എത്രയെന്നാലും എല്ലാറ്റേയും വിലക്കിയല്ലോ. എത്രയെന്നാലും എല്ലാറ്റേയും വിലക്കിയല്ലോ. ചുമക്കുന്ന ഏകനത്താവീര് സാധനം നാം പാടുന്നു. ചുമക്കുന്ന ഏകനത്താവീര് സാധനം നാം പാടുന്നു. ഹല്ലേലൂയ ഗീതം പാടുക, ഹല്ലേലൂയ മാറിപ്പോകുമേ. ഹല്ലേലൂയ ഗീതം പാടുക, ഹല്ലേലൂയ മാറിപ്പോകുമേ. എല്ലാമെന്നോർത്ത് നല്ലവനായുണ്ട്, എല്ലാ നാളെയും ചെയ്തരുളാമെന്നുണ്ട്. എല്ലാമെന്നോർത്ത് നല്ലവനായുണ്ട്, എല്ലാ നാളെയും ചെയ്തരുളാമെന്നുണ്ട്. ശത്രുവിനക്കിയ സംഖ്യകളാ ശക്തിയു ക്ഷീണിച്ചിരുന്നു. ശത്രുവിനക്കിയ സംഖ്യകളാ ശക്തിയു ക്ഷീണിച്ചിരുന്നു. ശത്രു വിജയിച്ച കർത്തൻ നാമം കൊണ്ട് ശുദ്ധ നാമം നിത്യസ്തുതി പാടുന്നു. ശത്രു വിജയിച്ച കർത്തൻ നാമം കൊണ്ട് ശുദ്ധ നാമം നിത്യസ്തുതി പാടുന്നു. ഹല്ലേലൂയ ഗീതം പാടുക, ഹല്ലേലൂയ മാറിപ്പോകുമേ. ഹല്ലേലൂയ ഗീതം പാടുക, ഹല്ലേലൂയ മാറിപ്പോകുമേ. എല്ലാമെന്നോർത്ത് നല്ല
നല്ലവനായുണ്ട് എല്ലാ ദാനങ്ങളും ചെയ്തരുളാമെന്നുണ്ട് അല്ലാഹുവേ നമുക്ക് നല്ലവനായുണ്ട് എല്ലാ ദാനങ്ങളും ചെയ്തരുളാമെന്നുണ്ട് സർവ്വബഹുമാനസ്തുതിയും ഭൂവിനായകനു മഹത്വം സർവ്വബഹുമാനസ്തുതിയും ഭൂവിനായകനു മഹത്വം സർവ്വസ്തുതിക്കും സർവ്വവല്ലഭനും അല്ലും പകലും നാം ഹല്ലേലൂയ പാടുന്നു സർവ്വസ്തുതിക്കും സർവ്വവല്ലഭനും അല്ലും പകലും നാം ഹല്ലേലൂയ പാടുന്നു ഹല്ലേലൂയ ഗീതം പാടുക ഹല്ലേലൂയ മാറിപ്പോകുമേ ഹല്ലേലൂയ ഗീതം പാടുക ഹല്ലേലൂയ മാറിപ്പോകുമേ എല്ലാവരും നമുക്ക് നല്ലവനായുണ്ട് എല്ലാ ദാനങ്ങളും ചെയ്തരുളാമെന്നുണ്ട് എല്ലാവരും നമുക്ക് നല്ലവനായുണ്ട് എല്ലാ ദാനങ്ങളും ചെയ്തരുളാമെന്നുണ്ട്. 1 സങ്കീർത്തനം 6 വാക്യം. യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരം ആകുന്നു. ജീവവചന പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നീതിമാന്റെ വഴി വിശ്വാസത്തിന്റെ വഴിയാണ് എന്ന വിഷയമാണ് നാം ചിന്തിക്കുന്നത്. കുടപ്പിറപ്പുകളെ ക്രിസ്തുവേശുവെങ്കിലുള്ള വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവരാണ് വിശ്വാസികളായ വിശുദ്ധരായ ദൈവമക്കൾ. അവരെ ദൈവവചനം നീതിമാന്മാർ എന്ന് വിളിക്കുന്നു. നീതിമാന്മാരുടെ വഴി വിശ്വാസത്തിന്റെ വഴിയാണ്. വിശ്വാസത്തിന്റെ വഴിയെ നീതിമാന്മാർ നടക്കുന്നവരെങ്കിലും ആ വഴി അവർ കാണുന്നില്ല. ആ വഴി കാണുന്നത് ദൈവം മാത്രമാണ്. ആ വഴി വിശ്വാസി കാണുന്നില്ലെങ്കിലും ആ വഴിയെ അവൻ നടക്കുകയല്ല, അവൻ നടത്തപ്പെടുകയാണ്. ആ വഴി അവൻ കാണുന്നില്ല എങ്കിലും വിശ്വാസത്തിന്റെ ധൈര്യത്തോടെ അവൻ ആ വഴിയിൽ കൂടി നടക്കുന്നു. ദൈവം അറിയുന്ന വഴി, ദൈവം കാണുന്ന വഴി, ദൈവത്താൽ നടത്തപ്പെടുന്ന വഴി, ഈ വഴിയാണ് നീതിമാന്മാരുടെ വഴി. കാഴ്ചയാലല്ല, വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. 2 കൊരിന്ത്യർ 5 വാക്യത്തിൽ അപ്പോസ്തലൻ പൗലോസ് താൻ നടന്ന വഴിയെ, താൻ നടത്തപ്പെട്ട വഴിയെ ആ നീതിമാന്മാരുടെ വഴിയാണ് എന്ന് വെളിപ്പെടുത്തുന്നു. ആ വഴി താൻ പ്രസ്താവിക്കുന്നത് കാഴ്ചയാലല്ല, വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. കുടപ്പിറപ്പുകളെ നീതിമാന്മാരുടെ വഴി അറിയുന്നത് ദൈവമാണ്. ആ വഴിയിൽ എന്തെല്ലാം നേരിടേണ്ടി വരും എന്ന് നീതിമാന് മുന്നമേ അറിയില്ലെങ്കിലും ആ വഴി ദൈവം അറിയുന്നത് കൊണ്ട് നീതിമാന് ഭയപ്പെടാനൊന്നുമില്ല. നീതിമാൻ തൻ്റെ വഴിയെ ഓർത്ത് ആശങ്കപ്പെടാൻ ഒന്നുമില്ല. കാരണം ആ വഴി സത്യത്തിൽ അറിയുന്നത് അറിയേണ്ടവൻ തന്നെയാണ്. മറ്റാരും നമ്മുടെ വഴിയെ അറിഞ്ഞിട്ടും കാര്യമില്ല. കാരണം ആ വഴിയിലെ ഒരു പ്രശ്നവും പരിഹരിക്കുവാനോ ഇല്ലാതാക്കുവാനോ അവർക്ക് ആർക്കും ആവതില്ല. എന്നാൽ ദൈവമാണ് നമ്മുടെ വഴി അറിയുന്നതെങ്കിൽ, ദൈവമാണ് നമ്മളെ വഴി നടത്തുന്നതെങ്കിൽ, ദൈവം നടത്തുന്ന വഴിയിലാണ് നാം നിൽക്കുന്നത്, നടക്കുന്നത് എങ്കിൽ ആ വഴിയുടെ ഉത്തരവാദിത്വം ദൈവം ഏറ്റെടുക്കും. ആ വഴിയുടെ കുറവ് തീർത്തു തരുവാൻ കഴിയുന്നവൻ ദൈവം മാത്രമാണ് എന്ന് തിരിച്ചറിയുന്നവനാണ് യഥാർത്ഥ നീതിമാൻ, യഥാർത്ഥ വിശുദ്ധൻ. നീതിമാൻ നടക്കുന്നത് വിശ്വാസത്താലാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന്. ഈ കാര്യം ഏതൊരു ദൈവ പൈതലും വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം, തിരിച്ചറിഞ്ഞിരിക്കണം, ഓർത്തുകൊണ്ട് നടക്കണം. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് വചനം ഓർപ്പിക്കുകയാണ്. അവൻ്റെ വഴി വിശ്വാസത്തിൻ്റെ വഴിയാണ്. അവനൊരു ധൈര്യമുണ്ട്, അവനൊന്നറിയാം, ആ വഴിയിൽ അവൻ തനിച്ചല്ല, അവൻ്റെ ദൈവവും കൂടെയുണ്ട്. വിശ്വാസത്തിൻ്റെ വഴിയിൽ ഭക്തനൊപ്പം എപ്പോഴും കർത്താവുണ്ട്. കാരണം ആ വഴി അവന് തന്നെ നടന്നു തീർക്കുവാൻ ഒക്കുകയില്ല. അത് കൂരിരുൾ താഴ്വരയിൽ കൂടിയും കണ്ണുനീർ താഴ്വരയിൽ കൂടിയും കടന്നു പോകുന്ന വഴിയാണ്. ആ വഴികളിൽ നീതിമാൻ പതറിപ്പോകാൻ, തളർന്നു വീഴുവാൻ,
ശത്രുവിനാൽ ആക്രമിക്കപ്പെടാനൊക്കെ സാധ്യതയുള്ളത് കൊണ്ട് നീതിമാന്റെ കൂടെ നടക്കുന്ന സർവശക്തനായ ദൈവം, നീതിമാനായ ഒരു ഭക്തന് ഒന്നറിയാം: ഞാൻ എൻ്റെ യാത്ര പൂർത്തീകരിച്ച് എൻ്റെ ലക്ഷ്യത്തിലെത്തും. എൻ്റെ ദൈവം എന്നോടുകൂടെ ഉള്ളത് കൊണ്ട് ശത്രുവിന് എൻ്റെ വഴിയെ മുടക്കുവാനൊക്കില്ല. ഞാൻ വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിക്കേണ്ടതിന് വേണ്ടി പുത്രനെ ചുംബിച്ചവനാകിയാൽ ശത്രുവിന് എന്നെ ഒന്നും ചെയ്യാനൊക്കില്ല. സങ്കീർത്തനത്തിൽ പറയുന്നു, അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പീൻ. അപ്രകാരം പുത്രനെ ചുംബിച്ചവർക്ക്, കർത്താവിനോടൊപ്പം നടക്കുന്നവർക്ക് വഴിയിൽ വെച്ച് നശിച്ചു പോകാൻ ഒരിക്കലും ഇടയാക്കുകയില്ല. പ്രിയരെ, നീതിമാന്റെ വഴി നാശത്തിലേക്കല്ല കേട്ടോ. നീതിമാന്റെ വഴി കീഴോട്ടുമല്ല, നീതിമാന്റെ വഴി മുകളിലോട്ടുള്ളതാണ്. നീതിമാന്റെ വഴിയിൽ കൂരിരുളിൻ്റെയും കണ്ണുനീരിൻ്റെയും അനുഭവങ്ങൾ അടിക്കടി ഉണ്ടാകാറുണ്ട്. കഷ്ടത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ശോധനയുടെയും ഞെരുക്കത്തിൻ്റെയും വല്ലായ്മയുടെയും ഇല്ലായ്മകളുടെയും അപമാനത്തിൻ്റെയും പരിഹസിക്കലുകളുടെയും ഒറ്റപ്പെടുത്തലുകളുടെയും ഒക്കെ നാളുകൾ ആ വഴിയാത്രയുടെ അനുഭവങ്ങളാണ്. അവ ഒഴിവാക്കി ഒരു യാത്രയില്ല. എന്നാൽ അവൻ്റെ കൂടെയുള്ള ഉടയവനായ സർവശക്തനായ സർവത്തെയും ജയിച്ചവനായ കർത്താവ് അവൻ്റെ കൈപിടിച്ച് അതിൽ കൂടി ജയകരമായി വഴി നടത്തുന്നു. ഞാൻ തനിച്ചല്ല, ദൈവം എന്നോടുകൂടെയുണ്ട്. അവൻ എന്നെ അറിയുന്നു എന്നുള്ളത് നീതിമാന്റെ ഉറച്ച വിശ്വാസമാണ്, ഉറച്ച ബോധ്യമാണ്, ഉറച്ച തീരുമാനമാണ്, ഉറച്ച തിരിച്ചറിവാണ്. ദൈവം അറിയുന്നു, ദൈവം നടത്തുന്നു എന്നുള്ള വിശ്വാസത്താലാണ് ഓരോ ദൈവപൈതലും വിശ്വാസ ജീവിതയാത്ര ചെയ്യേണ്ടതും അത് പൂർത്തീകരിക്കേണ്ടതും. മുൻപേ പോയിട്ടില്ലാത്ത വഴിയെ പോകുമ്പോൾ ആ യാത്ര ദൈവത്തോടൊപ്പമേ പറ്റുകയുള്ളൂ. എൻ്റെ ശോധനയുടെയും കഷ്ടത്തിൻ്റെയും ജീവിത വഴിയിൽ ഞാൻ തനിച്ചല്ല എന്ന ശക്തമായ ഒരു ഉറപ്പാണ് നീതിമാന്റെ വിശ്വാസം. കൂടപ്പുറപ്പുകളെ, നീതിമാന് നടത്തിപ്പുണ്ട്. ആ നടത്തിപ്പിൻ്റെ വഴി വിശ്വാസത്തിൻ്റെ വഴിയും ആ വഴിയിലുള്ള യാത്ര ദൈവം അറിയുന്ന യാത്രയുമാണ്. അതിൻ്റെ അവസാനം ഏറെ ശുഭവും ആനന്ദപ്രദവുമായ അനുഭവം നൽകുന്നതുമാണ്. ദൈവം തന്നെ നീതിമാനെ അതിലേക്ക് നടത്തുന്നു, അവിടെ എത്തിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ദൈവം അറിയുന്ന വഴി മാത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ആ വഴിയിൽ എന്തൊക്കെ പ്രശ്നം ഉടലെടുത്താലും, ഏതെല്ലാം തടസ്സം പൊങ്ങി വന്നാലും, ആരെല്ലാം എതിർത്തു നിന്നാലും, പ്രിയരെ, ഭയപ്പെടേണ്ട. ആ പ്രശ്നങ്ങളെയെല്ലാം തകർക്കുന്നവൻ നിങ്ങളോട് കൂടെയുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുക. ദൈവത്തിൻ്റെ വചനം ചോദിക്കുന്നു, ഞാൻ ആരെ വിശ്വസിക്കുന്നു? അവനെ ഞാൻ അറിയുന്നു. അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിക്കുവാൻ ശക്തൻ എന്ന് ഉറച്ചുമിരിക്കുന്നു എന്നത്രേ അപ്പോസ്തലനായ പൗലോസിൻ്റെ ലേഖനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പരമസത്യം. നീതിമാന്റെ വഴിയിൽ, അവൻ്റെ വഴിയിൽ അവനെ വിജയം കാത്തിരിക്കുന്നു. അവൻ്റെ വഴിയിൽ വിജയിക്കും. കാരണം വിജയിപ്പിക്കുന്നവനോടൊപ്പമാണ് ആ വഴിയിൽ അവൻ നടക്കുന്നത്. കൂടപ്പിറപ്പുകളെ, ഇങ്ങനെ ഒരു നടപ്പ്, ഇങ്ങനെ ഒരു നടത്തിപ്പ്, ഇങ്ങനെ ഒരു ജീവിതം, ഇങ്ങനെ ഒരു അനുഭവം താങ്കൾ പ്രാപിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ താങ്കൾ അനുഗ്രഹിക്കപ്പെട്ടവനാണ്, അനുഗ്രഹിക്കപ്പെട്ടവളാണ്. ഇതുവരെയും ആ അനുഭവം നിങ്ങൾക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ വഴിയുടെ ഉടയവനായ, വഴിയുടെ നടത്തിപ്പുകാരനായ സർവശക്തനായ കർത്താവ് താങ്കളെ ഇന്ന് പകലിൽ ആ വഴിയിലേക്ക് വിളിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു ഇപ്രകാരം പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്. ഞാനാകുന്ന വഴിയിൽ കൂടി അല്ലാതെ ആർക്കും പിതാവിൻ്റെ ഇടത്തിലേക്ക്, പിതാവിൻ്റെ ഭവനത്തിലേക്ക് എത്തുവാൻ കഴിയില്ല. സഹോദര സഹോദരി, താങ്കളെയും യഥാർത്ഥ വഴിയായ, സാക്ഷാൽ വഴിയായ കർത്താവായ യേശു ക്രിസ്തു തന്നെ താങ്കളെ ആ വഴിയിലേക്ക് വിളിക്കുന്നു. ആ വഴിയിൽ യേശു താങ്കളെ നടത്തുവാൻ താല്പര്യത്തോടെ കാത്തു നിൽക്കുന്നു. വേഗം അവനോടൊപ്പം വഴിയിൽ പ്രവേശിക്കുക. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ഈ പ്രഭാതത്തിൽ ദൈവത്തിന് മാറ്റമില്ലാത്ത തിരുവചനം ശ്രദ്ധയോടെ കേൾക്കുവാൻ, വായിക്കുവാൻ, ധ്യാനിക്കുവാൻ ഞങ്ങൾക്ക് നൽകി തന്ന
ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവെ സ്തുതിക്കുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്റെ കുഞ്ഞുങ്ങളുടെ വഴി കർത്താവ് അറിയുന്നല്ലോ. അവരെ ആ വഴിയുടെ നന്മ അറിയാൻ, അനുഭവിക്കാൻ കർത്താവ് അവരെ സഹായിക്കണം. യഥാർത്ഥ വഴിയിൽ തന്നെ കയറുവാൻ ഇനിയും അനേകരെ കർത്താവെ രക്ഷയിലേക്ക് നയിക്കണമേ. ഞങ്ങളതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകലിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന, ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളുടെ മേൽ കർത്താവെ ചില മറുപടികളും വിടുതലുകളും അങ്ങയുടെ വാഗ്ദത്ത പ്രകാരം ഇന്ന് പകലിൽ കൽപ്പിച്ച് ഒരുക്കി കൊടുത്ത് മാനിക്കണം, അനുഗ്രഹിക്കണം. കർത്താവിൻ്റെ കൃപ അവർ അനുഗ്രഹമായി അനുഭവിച്ച് അത് അനേകർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ, മഹിമ കണ്ട സാക്ഷികളായി തീരുവാൻ എല്ലാവരെയും സഹായിക്കണം. ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ചാൽ ഇന്നത്തെ വചനത്താൽ നയിക്കപ്പെടാൻ ഞങ്ങളെ സമർപ്പിക്കുന്നപ്പ. പ്രാർത്ഥന കേട്ടവൻ കൃപയ്ക്കായി സ്തോത്രം. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിന് ധന്യമായ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നപ്പ. ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, വചനങ്ങളാൽ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ വഴി നീതിമാന്റെ വഴിയാകട്ടെ, വിശ്വാസത്തിന്റെ വഴിയാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവെടുത്തിരിക്കുന്നതിനാൽ അവന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. ക്ഷേമമോടെ കാട്ടാം തായിനൊരു സ്തോത്രം പാടുന്നവർ പാടൂ. ഭൂതലത്തിൽ നമ്മെ ക്ഷേമമോടെ കാട്ടാം തായിനൊരു സ്തോത്രം പാടുന്നവർ പാടൂ. ഹല്ലേലൂയ ഗീതം പാടുക, ഹല്ലേലൂയ മാറിപ്പോകുമേ. ഹല്ലേലൂയ ഗീതം പാടുക, മാറിപ്പോകുമേ. അല്ലാമെന്ന മൂത്ത് നല്ലവനായുണ്ട്, എല്ലാ നാളെയും ചെയ്തരുകാമെന്നുണ്ട്. അല്ലാമെന്ന മൂത്ത് നല്ലവനായുണ്ട്, എല്ലാ നാളെയും ചെയ്തരുകാമെന്നുണ്ട്. വാദ്യഘോഷത്തോടെ വാനവർ സ്തുതിക്കുന്നാവില്ലേ. വാദ്യഘോഷത്തോടെ തിരുപാദം എല്ലാവരും തേടി വന്നതയാകുന്നു. ഇന്നും ഇന്നും പാടൂ. തിരുപാദം എല്ലാവരും തേടി വന്നതയാകുന്നു. ഇന്നും ഇന്നും പാടൂ. ഹല്ലേലൂയ ഗീതം പാടുക, ഹല്ലേലൂയ മാറിപ്പോകുമേ. ഹല്ലേലൂയ ഗീതം പാടുക, പോകുമേ. എല്ലാമെന്ന മൂത്ത് നല്ലവനായുണ്ട്, എല്ലാ കാലത്തേലും ചെയ്തരുകാമെന്നുണ്ട്. എല്ലാമെന്ന മൂത്ത് നല്ലവനായുണ്ട്, എല്ലാ കാലത്തേലും ചെയ്തരുകാമെന്നുണ്ട്. എല്ലാവിധ ആവശ്യങ്ങളും നല്ലതും ചെയ്തു തരുക. എല്ലാവിധ ആവശ്യങ്ങളും നല്ലതും ചെയ്തു തരുക. എല്ലാവർക്കും തീർത്താൽ നല്ല കർത്താവിനും എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ പാടൂ. എല്ലാവർക്കും തീർത്താൽ നല്ല കർത്താവിനും എല്ലാവരും ചേർന്ന്